ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബ്രിക് പെയിൻറ്റിങ്ങിൻ്റെ 5th ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഒരു ഫ്ലവർ പെയിൻറ്റ് ചെയ്തിട്ട് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷെയ്ഡിംഗ് ആണ് നോക്കാൻ പോണത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 നമ്പർ ബ്രഷാണ്. വളരെ തിന്നായിട്ടുള്ള റൗണ്ട് ബ്രഷ് നമ്പർ 3 ആണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്പർ 3 ബ്രഷാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഇതിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ഷെയ്ഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കൂടുതലായിട്ട് കളർ ഫില്ല് ചെയ്യാണ്ട് ഒരു ഫ്ലവർ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോണത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഫ്ലവറാണോ താല്പര്യം അത് വരച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടൈപ്പ് ഫ്ലവർ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഈ ഒരു ഷേപ്പിലും പിന്നെ ഒന്ന് ഈ ഒരു ഷേപ്പിലും. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അത് വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിലൂടെ ഈ കളർ നമ്മൾ പെറ്റൽസ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ഔട്ട്ലൈൻ മാത്രമാണ് വരച്ചു കൊടുക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ഷെയ്ഡിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ കൊടുക്കുക. എന്നിട്ട് ഷെയ്ഡിങ് കൊടുക്കാം. അപ്പോൾ അത് 5ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. അതിൻ്റെ മുമ്പത്തെ 4 അതുപോലെ 4ാമത്തെ ക്ലാസ്സും അതുപോലെ 3ാമത്തെ ക്ലാസ് എല്ലാവരും അതിലാണ് പെയിൻറ്റിങ് കാണിച്ചിട്ടുള്ളത്, 3ാമത്തെ ക്ലാസ്സിലും 4ാമത്തെ ക്ലാസ്സിലും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇത് ഔട്ട്ലൈൻ വരച്ചു കൊടുത്തു. ഇവിടെ നമ്മൾ കളർ ഫില്ല് ചെയ്യും. ഔട്ട്ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഓറഞ്ച് കളറാണ്. ഏത് കളർ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ തിൻ ബ്രഷ് എടുത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ തിന്നായിട്ടുള്ളതും നമുക്ക് എടുക്കാം. ഓക്കെ, നമ്മളിതിപ്പോൾ ഒരു ഷെയ്ഡിങ് കൊടുക്കുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡിങ് ആണ്. ജസ്റ്റ് ലൈൻസ് ഇട്ടുകൊണ്ടുള്ള ഒരു ഷെയ്ഡിങ്. അപ്പോൾ ബ്രഷ് ഒരു തവണ കളറിൽ എടുത്തതിന് ശേഷം ഒരു 4-5 തവണ ഇങ്ങനെ ആക്കിയതിന് ശേഷം വീണ്ടും ബ്രഷ് എടുത്തിട്ട് പെയിൻറ്റിൽ ആക്കിയിട്ട് ചെയ്യാം. അങ്ങനെയാണ് ചെയ്യണത്. ഒരു 4-5 തവണ പെയിൻറ്റ് എത്രയാണോ ബ്രഷിലുള്ളത് മാക്സിമം ഒരു 5-6 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡിങ് ആണ്. പെട്ടെന്ന് മീൻസ് നമ്മൾക്ക് ഇപ്പോൾ കൈ ഇങ്ങനെ മൂവ്മെൻറ്റ് വരാത്തവർക്കാണെങ്കിൽ കുറച്ച് പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നല്ലൊരു ഷെയ്ഡിങ് ആണ് ഇത്. പെയിൻറ്റ് നമ്മൾ ഒരേ കളറിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഷെയ്ഡിങ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഔട്ട്ലൈൻ ഒരു കളറും ഷെയ്ഡിങ് വേറൊരു കളറിലും അങ്ങനെയും കൊടുക്കാം, അതും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കളേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കളർ തന്നെ വേണം അങ്ങനെ ഒരു നിർബന്ധവുമില്ല. അപ്പം നമുക്ക് ഈ ലൈൻ ഒരു കളറിൽ ഇട്ട് കൊടുത്തിട്ട് വേറെ ഈ ഷെയ്ഡിങ് വേറൊരു കളറിൽ കൊടുക്കണം എന്നാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഫാബ്രിക്കിൽ യൂസ് ചെയ്യുമ്പോൾ വെള്ളം അധികം യൂസ് ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ലൈറ്റായിട്ട് ഷെയ്ഡിങ് കൊടുക്കുകയാണ്. അപ്പോൾ ക്ലിയറായിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എൻഡിൽ നിന്ന് നമുക്ക് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിഡിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. ഈ പോയിൻ്റ് ഈ പെറ്റലിൻ്റെ മിഡിൽ പോർഷനിൽ നിന്ന് ചെയ്താലും മതി. നമുക്കിപ്പം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ചിലർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ മിഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 സൈഡിലോട്ടും കംപ്ലീറ്റ് ചെയ്താൽ മതി. ആദ്യം മിഡിലിൽ ഇങ്ങനെ കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇങ്ങനെ ഈ സൈഡിലോട്ട് കറക്റ്റായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. അപ്പോൾ കളറ് കുറച്ച് ലൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഡാർക്കാക്കി കൊടുക്കാം.
ഇങ്ങനെ നമ്മൾ ചെയ്യണ സമയത്ത് ഇങ്ങനെ ക്ലോത്തിനെ ഇങ്ങനെ തിരിച്ച് പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഈ ഫ്രെയിമിലിട്ടത് കാരണം നമുക്കിങ്ങനെ തിരിച്ച് ഇങ്ങനെ പിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതൊരു ഷെയ്ഡിങ് ടെക്നിക്ക്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, ഈസിയാണ്. അപ്പം നമുക്ക് ഈ മിഡിൽ പോർഷനിൽ ഇങ്ങനെ ഒരു ഷെയ്ഡിങ് ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കാം. ഷെയ്ഡിങ് അല്ല, ഫില്ലിങ്. ഇങ്ങനത്തെ ഒരു ഡോട്ട് വെച്ചിട്ടൊരു ഫില്ലിങ് കൊടുക്കാം. അപ്പോൾ ഈ കളർ മാറ്റണം എന്നാണെങ്കിൽ അതും നമുക്ക് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഇനിയിപ്പം ഞാൻ റെഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാർക്ക് കളർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ലുക്ക് കിട്ടും. പെയിൻറ്റ് ബ്രഷിൽ ചെറിയ ബ്രഷല്ല, നമ്പർ 3 ബ്രഷ് ആയതുകൊണ്ട് ചെറുതായിട്ട് നമുക്ക് ചെറിയ ഡോട്ട് ഇടാൻ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയ നമ്പർ 3, 2 അങ്ങനത്തെ സൈസുള്ളത് യൂസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ്, ഒരു ഡിഫറെൻറ്റ് ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ വേറൊരു കളർ കൊടുത്ത് നോക്കിയത്. അപ്പം ഇങ്ങനെയാണ് ഷെയ്ഡിങ് ചെയ്യണത്. ഓക്കെ, ഇനി നമുക്ക് വേറെ പെറ്റൽ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യുന്നത് നോക്കാം. ഈ ഫ്ലവർ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ വേറെ കളറാണ് എടുത്തിരിക്കുന്നത്, ഒരു മെജന്ത കളറ്. ആദ്യം നമ്മൾ പെറ്റലിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. പെറ്റലിൻ്റെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. ഔട്ട്ലൈൻ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഷെയ്ഡിങ് ചെയ്യണ സമയത്ത് ജസ്റ്റ് ലൈൻസ് ഇട്ടിട്ടുള്ള ഷെയ്ഡിങ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കും. മിഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്, എന്നിട്ട് 2 സൈഡിലോട്ടും കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യം ഒരു പ്രാവശ്യം ഡിപ്പ് ചെയ്തു, എന്നിട്ട് ഞാൻ ലൈൻസ് ഇട്ടു, വീണ്ടും ഡിപ്പ് ചെയ്തു, എന്നിട്ട് ഇങ്ങനെ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ലൈൻസ് ഇട്ടത് ക്ലിയർ ആയില്ല എന്നാണെങ്കിൽ ഒന്നുകൂടെ ബ്രഷിൽ പെയിൻറ്റ് ഡിപ്പ് ചെയ്തതിന് ശേഷം ചെയ്യാം. ഈ രീതിയിലുള്ള ഷെയ്ഡിംഗ് ആണ് ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. വളരെ ലൈറ്റായിട്ടുള്ള ലൈൻസ്, ജസ്റ്റ് ബ്രഷിൽ പെയിൻറ്റ് ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ട് വരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വാഷ് ചെയ്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ചൂട് ക്ലൈമറ്റൊക്കെ ആണ സമയത്ത് പെട്ടെന്ന് ഇത് ഡ്രൈ ആയി പോവും. ഈ ബ്രഷ് ആ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ തുടച്ചെടുക്കണം, ഇത് വാഷ് ചെയ്തിട്ട് തുടച്ചെടുക്കണം. മാത്രമല്ല ഇപ്പോൾ ഈ ക്ലൈമറ്റ് നമ്മൾക്ക് നല്ല ചൂടൊക്കെ ഉള്ള സമയത്താവുമ്പോൾ ഈ പെയിൻറ്റൊക്കെ പെട്ടെന്ന് കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട് കാറ്റ് കൊണ്ടിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിൽ പാലറ്റിൽ മാത്രം കളർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കളേഴ്സ് നമുക്ക്
കട്ടാവാതിരിക്കാനായിട്ട് പറ്റും. നമ്മൾ ഇപ്പോൾ ചൂട് സമയത്ത് എല്ലാവരും എന്തായാലും ഫാനിൻ്റെ അടിയിൽ ഇരുന്നായിരിക്കും ചെയ്യേണ്ടാവുക. അപ്പോൾ ഇങ്ങനെ പെയിൻറ്റ് കട്ടയാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പാലറ്റിൽ കുറച്ച് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ചെയ്താൽ മതി. ഇതൊക്കെ ഇപ്പോൾ ഒരു ഫ്ലവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആകെ ഒരു 3 ഡ്രോപ്പ് 2 ഡ്രോപ്പ് അങ്ങനെയൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഫുള്ള് ബോട്ടിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പെയിൻറ്റ് കട്ടയാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യാം. അതുപോലെ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ തിരിച്ചിങ്ങനെ ഫ്രെയിമൊക്കെ ഇങ്ങനെ തിരിച്ച് ചെയ്യണ സമയത്ത് ഇപ്പോൾ ഇങ്ങനെ കയ്യിലൊക്കെ പെയിൻറ്റ് മുട്ടിക്കഴിഞ്ഞാൽ ഇതപ്പോൾ കയ്യിൽ ഇങ്ങനെ ആയി, എന്നിട്ട് നമ്മൾ അടുത്ത കൈ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അത് ക്ലോത്തിലാവും. അപ്പോൾ അതും ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ നമ്മൾക്ക് ക്ലോത്തിൽ വൺസ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അപ്പം തന്നെ അത് നന്നായിട്ട് പിന്നെ തുടച്ച് പോണ കാര്യം കുറച്ച് കഷ്ടമാണ്. പക്ഷേ കളർ ചേഞ്ച് വരും, സ്പ്രെഡാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക, ശ്രദ്ധിക്കുക. നമുക്ക് മിഡിലും നമുക്ക് ഇവിടെ ഇങ്ങനെ നമുക്ക് ഒരേ കളർ വെച്ചിട്ട് കൊടുത്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണിത്. പെട്ടെന്ന് ഒരു ഫ്ലവർ വരച്ച് തീരും. നമ്മൾ ഷെയ്ഡിങ്ങിൻ്റെ കാര്യം മാത്രം ഒന്ന് ടൈം എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി, വളരെ ഈസി ആയിട്ട് കിട്ടും. ഇപ്പോൾ ലൈന് വരച്ചിട്ട് ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ വരച്ച് നോക്കിയിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നും. ആദ്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് പേപ്പറിൽ വരച്ച് നോക്കുക, എന്നിട്ട് ക്ലോത്തിൽ ചെയ്ത് നോക്കുക. അപ്പം പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ 2 ഫ്ലവർ നമ്മൾ ട്രൈ ചെയ്തു. ഒരെണ്ണം ഓറഞ്ച് കളർ കൊടുത്തു, ഒരെണ്ണം ഒരു മെജന്ത കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലീഫ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ഒരു സിമ്പിൾ വേ ഓഫ് ലീഫ് എങ്ങനെയാണോ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ കൂടുതലായിട്ട് ഒന്നും എപ്പോഴും ഗ്രീൻ വെച്ച് ഫില്ലിംഗ് അല്ലേ കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഷെയ്ഡിങ് ചെയ്തത് അതിന് ഏകദേശം മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലീഫ് നമുക്ക് കൊടുക്കാം. ലീഫിന് ആദ്യം നമ്മൾ മിഡിലിൽ ഒരു വര ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ. അതിന് ശേഷം ഔട്ട്ലൈൻ കൊടുക്കുക. ഔട്ട്ലൈൻ കൊടുക്കുക. നമ്മൾ പെറ്റൽസിന് കൊടുത്ത അതേ ഒരു ടെക്നിക്കിൽ ലീഫിൻ്റെയും ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഷെയ്ഡിങ്ങാണ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ലീവ്സിൻ്റെ ആകുമ്പോൾ കുറച്ച് ചരിഞ്ഞിരിക്കുന്ന കാരണം നമുക്ക് കുറച്ച് ടഫായിട്ട് തോന്നും. എന്നാലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ വരും. ആദ്യം ഒന്നുകൂടി കാണിച്ചു തരാം. ആദ്യം ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. ഔട്ട്ലൈനോ അല്ലെങ്കിൽ മിഡിലത്തെ ഒരു ലൈനോ കൊടുത്താൽ മതി. ഓക്കെ. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ആ ഒരു ഇത് കറക്റ്റായിട്ട് ഫ്ലോ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തിരിച്ച് തുണി ഇങ്ങനെ തിരിച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് ആ മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ. ടോപ്പ് ടു ബോട്ടം, അതായത് മുകളിൽ നിന്ന് എൻഡിൽ നിന്ന് താഴോട്ട് ഉള്ളിലോട്ട്
അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ചെറിയ ചെറിയ ലൈൻസ് കൊടുക്കുക. നമ്മൾ ഇത് ഇവിടെ ചെയ്ത പോലെ തന്നെയാണ് ഈ ലീഫിലും കൊടുക്കേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളാണ്. കളേഴ്സ് അധികമൊന്നും ആവശ്യമില്ല. കുറച്ച് കളറ് വെച്ചിട്ട് ഷെയ്ഡിങ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത്. പിന്നെ ഫുൾ ഇങ്ങനെ ഈ ലൈൻസിൻ്റെ ഒരു ഷെയ്ഡിങ്, ലൈൻസ് ഇട്ടിട്ടുള്ള ഷെയ്ഡിങ്. ഓക്കെ, ലൈൻ നടുവത്ത് വരച്ചു കൊടുത്തു. എന്നിട്ട് ഇങ്ങനെയാണ് ഈ ഷെയ്ഡിങ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എന്നാൽ മാത്രമേ നമുക്കിത് ഈസി ആയിട്ട് ഈ ഒരു ഷെയ്ഡിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ഫ്ലവേഴ്സ് എല്ലാം ഷെയ്ഡിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ 2 ഫ്ലവർ ഷെയ്ഡിങ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കാരണം വീഡിയോൻ്റെ അത് ഒരുപാട്, ഇപ്പോൾ ഞാൻ വരച്ചത് ഫുള്ളായിട്ട് ചെയ്യുന്നത് കാണിക്കുകയാണെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടിപ്പോവും. പിന്നെ നിങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ ഒരു 2 എണ്ണം കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ട് ക്ലോത്തിൽ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും. അപ്പോൾ ജസ്റ്റ് ഒരു പേപ്പറിൽ നമ്മൾ പെയിൻ്റ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിനുശേഷം തുണിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. ഇപ്പം ഞാൻ ഒരുപാട് ലീവ്സും വരച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്ലവേഴ്സും ഒരു 5 ഫ്ലവേഴ്സ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്നും ഡിഫറെൻ്റ് എന്താണെന്ന് ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ മിഡിലിൽ മാത്രം ഒരു റൗണ്ടിനകത്ത് ഫില്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് കളർ വെച്ച് ഫില്ല് ചെയ്തിരിക്കുന്നത്. പിന്നെ ബോർഡേഴ്സൊക്കെ, അതായത് ഫ്ലവറിൻ്റെ പെറ്റൽസ് ആണെങ്കിലും അതുപോലെ ലീഫിനാണെങ്കിലും ഈ ബോർഡർ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. കുറച്ചും കൂടി നിങ്ങൾക്ക്, അതായത് ഷെയ്ഡിങ്ങിനെക്കാട്ടും കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവണം ബോർഡേഴ്സ്. ഓക്കെ, എന്നാലേ നമുക്ക് കാണുമ്പോൾ ആ ഡിഫറൻസ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഫ്ലവേഴ്സ് വരച്ച് നോക്കുക. നിങ്ങൾക്ക് ഈ മോഡൽ ഫ്ലവർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം, ഇത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. എങ്ങനെയാണോ പെറ്റൽസ് ഏതാണോ താല്പര്യം അതിനനുസരിച്ച് ചൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ബൈ പ്രാക്ടീസ് നമുക്ക് ഈസി ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് വെച്ചോളൂ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ വീക്ക്ലി 2 ക്ലാസ്സസ് ആണ്, വെനസ്ഡേയും സാറ്റർഡേയും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ക്ലാസ് വെനസ്ഡേ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 2 ഡേയ്സ് 3 ഡേയ്സ് ടൈം കിട്ടും പ്രാക്ടീസ് ചെയ്യാൻ. എന്നിട്ട് അടുത്ത ക്ലാസ്. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരോ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരു നമ്മൾ ക്ലാസ് തീരുമ്പോഴത്തേക്കും ഫാബ്രിക് പെയിൻറ്റിങ് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, താങ്ക് യു.